ബി.ജെ.പി. അധികാരത്തിൽ വരുന്നത് തടയാൻ കോൺഗ്രസ് തയ്യാറാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യു.ഡി.എഫിന്റെ വിജയത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ പങ്കുണ്ടെന്നുമാണ് എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ പറയുന്നത്. രാജ്യം ഏറ്റവും കൂടുതൽ ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ കോൺഗ്രസിലെ നേതാക്കളും ജനപ്രതിനിധികളും കൂടിമാറി തന്നെയാണ് ബി.ജെ.പിയെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വളർത്തിയെടുത്തത്. ഏറ്റവും ഒടുവിൽ നടന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ദയനീയ പരാജയമാണ് കോൺഗ്രസിനുണ്ടായത്. കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാൽ ആദ്യം ഈ പരാജയത്തിനാണ് മറുപടി പറയേണ്ടത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ വിജയമാണ് ഇത്തരമൊരു പ്രതികരണം നടത്താൻ കോൺഗ്രസ് നേതാക്കളെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എങ്കിൽ അതിനും കൃത്യമായി മറുപടിയുണ്ട്. തൃശൂരിൽ നിന്നും ബി.ജെ.പിക്ക് ലോക്സഭയിൽ അക്കൗണ്ട് ഉണ്ടായത് ആരുടെ അക്കൗണ്ട് തകർത്തിട്ടാണെന്ന് മറ്റാരും മറന്നാലും കെ.സി. വേണുഗോപാൽ മറക്കാൻ പാടില്ല. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്താണ് സുരേഷ് ഗോപി തൃശൂരിൽ താമര വിരിയിച്ചത്. നിയമസഭയിൽ ഉണ്ടായിരുന്ന ബി.ജെ.പി. അക്കൗണ്ട് CPM പൂട്ടിച്ചപ്പോൾ ലോക്സഭയിലേക്ക് പുതിയ അക്കൗണ്ട് തുറന്നു നൽകിയത് തന്നെ കോൺഗ്രസ് ആണ്. ആ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്കാണ് കെ മുരളീധരൻ തള്ളപ്പെട്ടത്. ഇതെല്ലാം വസ്തുതകളായി ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയായ കാര്യമല്ല. കേരളത്തിൽ കോലീബി മുന്നണി ഉണ്ടാക്കി ബി.ജെ.പിയുമായി കൂട്ടുകൂടിയ ചരിത്രം മാത്രമാണ് കോൺഗ്രസിനും ലീഗിനുമുള്ളത്. അക്കാര്യം കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കുന്നതാണ് തൽക്കാലം നല്ലത്. സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഏറ്റവും ശക്തമായ അടിത്തറയും സംഘടനാ സംവിധാനവും ഉള്ളത് തിരുവനന്തപുരത്താണ്. കഴിഞ്ഞ കോർപ്പറേഷനിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി ബി.ജെ.പി. തന്നെയായിരുന്നു. ബി.ജെ.പി. ഭരണം പിടിച്ചാൽ രാജ്യത്തെ തന്നെ 3ാമത്തെ മികച്ച കോർപ്പറേഷനാക്കി മാറ്റുമെന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രഖ്യാപനവും പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് കൊണ്ടുവരുമെന്ന വാഗ്ദാനവുമെല്ലാം നഗരവാസികളെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്നാണ് നഗരവാസികൾക്ക് ബി.ജെ.പി. നൽകിയിരിക്കുന്ന ഉറപ്പ്. വിഴിഞ്ഞം തുറമുഖം, അനുബന്ധ വികസനം, തിരുവനന്തപുരം മെട്രോ റെയിൽ തുടങ്ങി നഗരവാസികളുടെ പൾസ് മനസ്സിലാക്കിയുള്ള പ്രചാരണമാണ് ബി.ജെ.പി. നടത്തിയത്. ഈ പറഞ്ഞതെല്ലാം നടന്നാലും ഇല്ലെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റ് നൽകിയ വാഗ്ദാനമായതിനാൽ അത് നിഷ്പക്ഷ വോട്ടുകളെ വലിയ രൂപത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അതേസമയം തന്നെ ബി.ജെ.പി. ഭരിച്ചിരുന്ന 12 നഗരസഭയിൽ ഉൾപ്പെടെ പലതും ഇടതുപക്ഷം പിടിച്ചെടുത്തത് നമ്മൾ മറക്കാൻ പാടില്ല. കേരളത്തിൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് ഏറ്റവും സ്വാധീനമുള്ള ജില്ല എന്ന് പറയുന്നത് തൃശൂരാണ്. ബി.ജെ.പിക്ക് കോൺഗ്രസ് എംപിയെ സംഭാവന ചെയ്ത ആ മണ്ണിൽ ബി.ജെ.പിക്ക് തിരിച്ചടി നൽകിയത് ഇടതുപക്ഷമാണ്. അതെന്താ കോൺഗ്രസ് നേതാക്കൾ കാണാതിരിക്കുന്നത് എന്നാണ് മറ്റൊരു ചോദ്യം. തൃശൂരിൽ ആകെ 16 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. അതിൽ 12 ബ്ലോക്കുകളിലും ബി.ജെ.പിക്ക് അക്കൗണ്ട് തുറക്കാനായിട്ടില്ല. അതായത് വട്ടപൂജ്യമാണ് ഈ ബ്ലോക്കുകളിലെല്ലാം ബി.ജെ.പിയുടെ സ്ഥിതി. ബാക്കിയുള്ള 4 ബ്ലോക്കുകളിലായിട്ടാണ് 5 ഡിവിഷനുകളിൽ വിജയിച്ചിട്ടുള്ളത്. ജില്ലയിലെ ഈ പറഞ്ഞ 231 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ 134 LDF ആണ് വിജയിച്ചത്. 88 UDF-ഉം 4 സ്വതന്ത്രരും വിജയിച്ചു. 16 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 10 LDF-നാണ് വിജയം. 5 മാത്രമായി UDF വിജയം ഒതുങ്ങി. ഒരിടത്ത് കക്ഷിനില തുല്യമാണ്. അതും കഴിഞ്ഞ തവണ UDF വിജയിച്ച പുഴയ്ക്കലിലാണ് ഇത്തവണ കക്ഷിനില തുല്യമാക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കെ.സി. വേണുഗോപാലിന് അറിയില്ലേ എന്നാണ് ചോദിക്കാനുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിൽ ബി.ജെ.പിക്ക് നേടാനായതാകട്ടെ വെറും 5 ഡിവിഷനുകൾ മാത്രമാണ്. തൃശൂർ ജില്ലയിൽ ബി.ജെ.പിക്ക് ഉണ്ടായ പരാജയം മറച്ചുവെക്കാനാണ് തിരുവനന്തപുരത്തെ വിജയം അവരിപ്പോൾ ആഘോഷമാക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയോട് പ്രധാനമായും ഏറ്റുമുട്ടിയതും ഇടതുപക്ഷമാണ്, അല്ലാതെ കോൺഗ്രസ് അല്ല. കോർപ്പറേഷൻ ഭരണം ബി.ജെ.പി. പിടിച്ചപ്പോൾ ആദ്യം അവരെ അഭിനന്ദിച്ചത് തിരുവനന്തപുരത്തെ കോൺഗ്രസ് എംപിയാണ്. തിരുവനന്തപുരത്തെ കോൺഗ്രസ് എംപിയായ ശശി തരൂർ മോദി സ്തുതി തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതുവരെ ഒരു വിശദീകരണ നോട്ടീസ് പോലും അദ്ദേഹത്തിന് കൊടുക്കാൻ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ.സി. വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ടോ? ശശി തരൂരിന്റെ ഇത്തരം ബി.ജെ.പി. അനുകൂല നിലപാടും കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം ബി.ജെ.പിയെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണെങ്കിലും അതുകൊണ്ട് മാത്രം അവർക്ക് കേരളത്തിൽ വലിയ മാറ്റം സൃഷ്ടിക്കാൻ കഴിയില്ല. ഇപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സാമുദായിക അന്തരീക്ഷം ബി.ജെ.പിക്ക് പാകപ്പെട്ടിട്ടില്ല എന്ന് വേണം പറയാൻ. മാത്രമല്ല രണ്ടും 2 തെരഞ്ഞെടുപ്പാണ്. 2 തരം വിഷയങ്ങളാണ് 2 തെരഞ്ഞെടുപ്പിലും വോട്ടർമാരെ സ്വാധീനിക്കുക. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തേതിന് സമാനമായ വിജയം UDF-ന് ലഭിച്ചിട്ടും പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് അവർക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് മുന്നിൽ ഇനിയും സാധ്യതകൾ ഏറെയുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് 100% രാഷ്ട്രീയ പോരാട്ടമാണ്.
ശക്തമായ ത്രികോണ മത്സരത്തിൽ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോയാൽ അതിന്റെ നേട്ടം ഇടതുപക്ഷത്തിനാണ് ലഭിക്കുക. ഇനി വരുന്ന ഏതാനും മാസങ്ങളിൽ ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകാൻ ഇടതുപക്ഷം ശ്രമിച്ചാൽ മറിച്ചൊരു റിസൾട്ട് ഉണ്ടാകുമെന്നത് തന്നെയാണ് വസ്തുത.